ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ എൻ ശ്രീകുമാർ, ഇത് നോക്കൂ, വയനാട്ടിലെ കോൺഗ്രസിൻ്റെ ട്രഷറർ ആയിട്ടുള്ള NM വിജയൻ്റെ മരണം, ആത്മഹത്യ, അദ്ദേഹത്തിൻ്റെ മകനെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വന്ന അവസ്ഥ, ആ മനുഷ്യൻ്റെ ജീവിതം ഇനിയും ആ പാർട്ടിക്ക് വേണ്ടി നിൽക്കേണ്ടിടത്ത് അദ്ദേഹത്തിന് അത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന സാഹചര്യം, അതിൽ അദ്ദേഹം എഴുതി വച്ച പേരുകൾ, മറ്റു കാര്യങ്ങളൊക്കെ, KPCCക്ക് കൊടുത്ത കത്തുകൾ, ഇതൊക്കെ ഉണ്ട്. അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ, പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇപ്പോൾ 3 കോൺഗ്രസ് നേതാക്കൾ അവിടെ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥ അതാണുള്ളത്. അതിന് തുടർന്ന് ഇപ്പോൾ KPCCയുടെ റിപ്പോർട്ടിൻ്റെ ആദ്യഘട്ടം പുറത്തു വന്നുവെന്ന് തിരുവഞ്ചൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ നോക്കുമ്പോൾ പോലും ആരുടെയും പേര് പറയാത്ത റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ടിലെ വാചകങ്ങളിലെ സൂചനകൾ നൽകുന്നത് ആരാണ് ഈ കൃത്യം ചെയ്തത്, ആരാണ് ഉത്തരവാദികൾ, NM വിജയൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ മനോരമയുടെ റിപ്പോർട്ടും ഇപ്പോൾ ശ്രീ M ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്, എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടിയത്. ഇതൊക്കെ വരുമ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന പാർട്ടി നേതാക്കളെ ഒന്ന് പ്രാഥമികമായിട്ടെങ്കിലും ഒരു നടപടിക്ക് വിധേയമാക്കണ്ടേ? പാർട്ടി അന്വേഷണ വിധേയമായിട്ടെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യണ്ടേ? മറ്റ് റിപ്പോർട്ടുകൾ അന്തിമമായി വരുമ്പോൾ തിരിച്ചെടുത്തോളൂ. പക്ഷേ ഇത് ആരുടെ കൂടെയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് കാണിക്കണ്ടേ? ശ്രീ N ശ്രീകുമാർ, ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുക്കാനുള്ളതാണെങ്കിൽ. നോക്കൂ ലാലെ, 2 പേര് പറഞ്ഞത് ഞാൻ കേട്ടു. 2 പേർക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി പറഞ്ഞാൽ എൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് കേൾക്കുക. ശ്രീ CK ശശീന്ദ്രൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോൺഗ്രസിൻ്റെ അവിടുത്തെ അഴിമതിയെക്കുറിച്ചും വയനാട് MP പിണ്ടിയില്ല എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് ആ മരിച്ച വിജയൻ്റെ കുടുംബത്തോടുള്ള സ്നേഹാദരവൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ CPMലെ എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിലും ശ്രീ ശശീന്ദ്രനെ പോലുള്ളവർക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജയൻ പറഞ്ഞ മുഖപ്രസംഗം, അത് കരുവന്നൂർ പ്രശ്നമുണ്ടായ സമയത്ത് മനോരമയുടെ മുഖപ്രസംഗം കൂടെ ജയനൊന്ന് എടുത്തിപ്പോൾ വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ ആ കട്ടപ്പനയിലൊരു CPM അനുഭാവി ആത്മഹത്യ ചെയ്ത സമയത്ത് പത്രങ്ങൾ എഴുതിയ മുഖപ്രസംഗം കൂടെ ജയനൊന്നെടുത്ത് വായിക്കണം. അത് നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു ശ്രീ ലാലെ, KPCCയുടെ സമിതി, ഒരു സബ് കമ്മിറ്റിയാണത്, ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി. എന്ന് വെച്ചാൽ എന്താണ് അവിടെ സംഭവിച്ചത്, സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും 2 പേര് മരിച്ചത് നിസ്സാരമാണോ, KPCC അറിഞ്ഞില്ലേ ചോദിക്കും. ആ സാങ്കേതികത്വം അല്ല ഞാൻ പറയുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവിടുത്തെ പ്രാദേശിക നേതൃത്വം യഥാസമയം KPCCക്ക് വേണ്ട പോലെ അറിയിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത് KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നൊരു വസ്തു അന്വേഷണ കമ്മിറ്റിയോടെ ചെന്നു. അവർ വസ്തുതകൾ അന്വേഷിച്ചു. എങ്ങനെ അന്വേഷിച്ചു? ലഭ്യമായ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, KPCCയുടെ പല നേതാക്കളും കണ്ടിട്ടില്ല. പക്ഷേ ലാൽ പറയുന്നതിൽ പേരുകളൊന്നും ഇല്ലെന്ന്. ലാലിന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും റിപ്പോർട്ട് ഒരാഴ്ച കൊണ്ട്, ഇപ്പോൾ 17-ാം തീയതിയാണ് അവരവിടെ ചെന്നത്, ഇന്ന് 25 ആയിട്ടുള്ളൂ. അവർ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് KPCCയുടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കുക. എന്താ ഞാൻ പറയാൻ കാരണം എന്നറിയാമോ? ഈ കമ്മിറ്റി തന്നെയാണ്, തിരുവഞ്ചൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി വെച്ചാൽ തിരുവഞ്ചൂരിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്മിറ്റിയാണ് കണ്ണൂരിലെ ഒരു ബാങ്കിൽ ഇതുപോലെ നിയമന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ തെരുവ് വഴക്ക് അവിടെ പോയിട്ട് പരിഹരിച്ചതും ആ റിപ്പോർട്ട് വന്നതും. ആ പ്രശ്നം ഇപ്പോൾ ഇല്ലല്ലോ, അത് വന്നിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ശ്രീ ശശീന്ദ്രൻ, താങ്കൾ മറന്നുപോയൊരു കാര്യം, രാഷ്ട്രീയമായ ഒരു മറന്നുപോയൊരു കാര്യം, കട്ടപ്പനയിലെ ഒരു സംഭവം ഉണ്ടായിട്ടൊരു നേതാവ്, ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നോ CPM? ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയോ CPM? അവിടെയുള്ള ആ പ്രവർത്തകനെ നിങ്ങളുടെ ഒരു നേതാവ്, മുൻ മന്ത്രി അവഹേളിക്കുകയല്ലേ ചെയ്തത്? ഞാൻ അതോടെ നിൽക്കട്ടെ. കരുവന്നൂർ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ CPMൻ്റെ? സുധാകരൻ എന്താ പറഞ്ഞതെന്നറിയാമോ ശ്രീ ശശീന്ദ്രൻ? പാർട്ടിക്ക് യഥാസമയം പ്രവർത്തകരെയും നേതാക്കളെയും കരുവന്നൂർ വിഷയത്തിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. സുധാകരൻ സഹകരണ മന്ത്രി. ആലോചിക്കണം. CK ശശീന്ദ്രനോട് ചോദിക്കാം. പക്ഷെ താങ്കൾ ഇപ്പോൾ വയനാടിനെ കുറിച്ചും NM വിജയനെ കുറിച്ചും പറഞ്ഞു വരികയാണല്ലോ. അതിനകത്ത് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. താങ്കളിപ്പോൾ വല്ലാതെ അവകാശവാദവും ആവേശവും ഉന്നയിക്കുന്നത് KPCC വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ. ആ റിപ്പോർട്ട് എവിടെ സാർ? എനിക്ക് കിട്ടിയത് മാത്രമാണല്ലോ താങ്കളുടെ അത്ഭുതം. ആര് കണ്ടു ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഈ പ്രതികളായിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയോ?
അവരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തോ ഈ പാർട്ടി? അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം. താങ്കൾക്ക് സംശയമാണല്ലോ ആ വരികൾ. പക്ഷേ ആ റിപ്പോർട്ടിൽ ആരുടെയും പേരുകൾ പറയുന്നില്ല എന്നുള്ളത് പോകട്ടെ. വിജയൻ്റെ മരണത്തിന് ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിജയൻ സ്വയം ആ വിഷം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോയി അങ്ങ് സ്വയം മരിച്ചു എന്നുള്ളതല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുപ്പി താഴെ പോയി ആ മകൻ്റെ ശരീരത്തിലും അത് പോയി, അങ്ങനെ മരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം? ഈ നേതാക്കൾക്ക് വിജയൻ എഴുതിയ ആ ഡയറി കുറിപ്പിൽ ഒരു വിശ്വാസവും ഇല്ല എന്നല്ലേ? ആ കോടതി IC ബാലകൃഷ്ണനെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ഈ സമിതിയും അംഗീകരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണോ ഇത്ര കേമമായി താങ്കൾ ഈ കൊട്ടിഘോഷിക്കുന്നത്? നോക്കൂ ലാലേ, ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ KPCCയുടെ ആദ്യം ഇതിൻ്റെ ഒരു നടപടിക്രമം അറിയുക. വലിയ കേഡർ പാർട്ടിയൊന്നുമല്ല, പക്ഷേ CPM-നെ പോലെയല്ല. ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പുറത്തു വരും കോൺഗ്രസ്സിൽ. അത് CPM-ൽ ആ റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇല്ലെന്നും പറയും. റിപ്പോർട്ട് ഉണ്ട്. എടുത്ത ശേഷം അവരത് അല്ല ആയിക്കോട്ടെ, അത് നിങ്ങൾ തന്നെ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ തന്നെ അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയാം. ആ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. ആ കൊടുക്കുമ്പം ഞങ്ങളുടെ കട്ടപ്പനയിലത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ആയിട്ടില്ല എന്നുകൂടി ഒരു വരിയും കൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആ റിപ്പോർട്ട് KPCCയിൽ എത്തിയ ശേഷം ആ KPCCയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ടാണ്, ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ലഭ്യമായ രേഖകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് താങ്കൾ മറന്നു. ഈ രേഖകളും എല്ലാം വെച്ചുകൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി പോയതിന് ശേഷം അവിടെ രണ്ടുപേര് പോയിരുന്നു. ഒന്ന് KPCC ആ രണ്ടുപേരെ കുടുംബം സ്വീകരിച്ച കുടുംബം പറഞ്ഞത് ഓർമ്മ വേണം. NM വിജയൻ എഴുതിയ ഡയറി കുറിപ്പും ഒന്നും ഇതിനകത്ത് വരില്ലേ, ഈ രേഖകളിൽ വരില്ലേ? അതിൽ പറഞ്ഞ പേരുകൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ വരുന്നില്ല? നടപടി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ഞാൻ ആ സബ് കമ്മിറ്റിയിൽ അംഗമല്ലല്ലോ. ഞാൻ പറയുന്നത് KPCC കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നേ. ക്ഷമിക്കൂ, 2-3 ദിവസം ക്ഷമിക്കുക. ആ റിപ്പോർട്ടിലുള്ള നടപടിക്രമം വരും. അതല്ല ഞാൻ ആദ്യം നിങ്ങൾ ഈ ചോദ്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കണ്ണൂരിലത്തെ MK രാഘവൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ റിപ്പോർട്ട്